നമുക്കെല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് മാസം 2-ാം തീയതിയിലെ പ്രത്യേകത എന്താണ്. ജോർജ് കുട്ടി തൊടുപുഴയിൽ പാറേപ്പള്ളി ധ്യാനത്തിന് പോയ ദിവസമാണ്. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഇപ്പം നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് എല്ലാം ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് മാസം 2-ാം തീയതിയിലെ പ്രത്യേകത എന്താണ്. ജോർജ് കുട്ടി തൊടുപുഴയിൽ പാറേപ്പള്ളി ധ്യാനത്തിന് പോയ ദിവസമാണ് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സെറ്റ് എക്സാം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിസിക്സിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഗത്ത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റിപ്പീറ്റഡ് വാല്യൂ ഉള്ളതാണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 30 ദിവസത്തെ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന 9746455514 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോ പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻ എ മൈക്രോ കമ്പ്യൂട്ടർ ദ സിസ്റ്റം ബസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ഓപ്ഷൻ എ ഡാറ്റാ ബസ് ഓൺലി, ഓപ്ഷൻ ബി അഡ്രസ് ബസ് ഓൺലി, ഓപ്ഷൻ സി അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്, ഓപ്ഷൻ ഡി ഡാറ്റാ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റം ബസ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റം ബസ് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും അല്ല ചോദിച്ചിരിക്കുന്നത്, സിസ്റ്റം ബസ്സാണ്. അപ്പോൾ ഒരു സിസ്റ്റം ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡാറ്റാ ബസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് അഡ്രസ് ബസ് ഉണ്ട്, അതുപോലെ എന്താണ് അതിൻ്റെ അകത്ത് കൺട്രോൾ ബസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ഡാറ്റാ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, കൺട്രോൾ ബസ് ഉണ്ട്. ഇവ മൂന്നും എന്താണ് ഒരു സിസ്റ്റം ബസ്സിൻ്റെ അകത്ത് ഉണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഡ്യൂറിങ് 16-bit addition by using 2 8-bit രജിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓരോ രജിസ്ട്രേഷനും എത്ര മെമ്മറിയിലാണെന്ന് പഠിക്കാനുണ്ട്. ഹൗ ഈസ് ക്യാരി ഫ്രം ദ ലോവർ ബൈറ്റ് ഹാൻഡിൽ? ഇവിടെ ലോവർ ബൈറ്റിൽ നിന്നുള്ള ക്യാരി എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇഗ്നോർഡ് ആണോ? അല്ല, ഇഗ്നോർഡ് അല്ല. സ്റ്റോർഡ് ഇൻ ദ സീറോ ഫ്ലാഗ് ആണോ? അതുമല്ല. റീസെറ്റ് ഓട്ടോമാറ്റിക്കലി ആണോ? അതുമല്ല. മറിച്ച് ആഡഡ് ടു ദി ഹയർ ബിറ്റ് അഡീഷൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് എ സിംഗിൾ ടി സ്റ്റേറ്റ് ഇൻ 8085 മൈക്രോ പ്രോസസർ വിത്ത് എ ക്ലോക്ക് ഫ്രീക്വൻസി 5 MHz ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടി സ്റ്റേറ്റ് ആണ്. ശ്രദ്ധിച്ചോണം, ഒരു 8085 മൈക്രോ പ്രോസസറിൻ്റെ ടി സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് ഓരോ സമയത്തും ടി സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഏറ്റവും പറയുന്നത് എന്താണ്, റീഡ് റൈറ്റ് പോലുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് 3 എണ്ണമാണ്. 3 ടി സ്റ്റേറ്റ് ആണുള്ളത്. നമ്മുടെ ഇനി ഓപ്പ് ഫെച്ച് കോഡിലാണെങ്കിൽ 4 ടി സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടി സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടി ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി ചെയ്താൽ മതി. 1/5 MHz ആണ്. 5 MHz ആണ്. 5 MHz എന്ന് പറഞ്ഞു കഴിയുമ്പം എത്രയാണ്? നമുക്ക് വരുന്നത് 200 നാനോ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ 200 നാനോ സെക്കൻഡ് ആണ്. ഇനി ഇവിടെ ഇപ്പോൾ സിംഗിൾ ടി സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് 200 നാനോ സെക്കൻഡ് വരുന്നത്. ഇനി 2 ടി സ്റ്റേറ്റ് ആണ് വരുന്നതെങ്കിൽ 200 × 2 ആണ്. ദാറ്റ് മീൻസ് എത്ര ടി സ്റ്റേറ്റ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇഫ് ആൻ അനലോഗ് മൾട്ടിപ്ലെക്സർ ഹാസ് 8 ഇൻപുട്ട് ചാനൽസ്, 8 ഇൻപുട്ട് ചാനൽ, ഹൗ മെനി സെലക്ട് ലൈൻസ് ആർ റിക്വയർഡ് ടു ചൂസ് 1 ഇൻപുട്ട് അറ്റ് എ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി സെലക്ട് ലൈൻസ്? അപ്പോൾ ഇവിടെ ഇഫ് ആൻ അനലോഗ് മൾട്ടിപ്ലെക്സർ ഹാസ് 8 ഇൻപുട്ട് ഉണ്ട്. അപ്പം എന്താണ്? 8 ആണ്. 2n ആണ് നമ്പർ ഓഫ് ഇൻപുട്ട്. 2n 8 എന്നുള്ളത്
2 raised to ഏത് n ആണ് 2 cube ആണ് വരുന്നത് 2 cube ആണ് വരുന്നത്. അപ്പം 2 raised to n ആണ് നമ്പർ ഓഫ് ഇൻപുട്ട് ചാനൽസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇൻപുട്ട് ചാനൽസ് 2 raised to n ആണ്. അപ്പോൾ ഇവിടെ 8 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു ബിൽഡ് എ ബൈനറി കൗണ്ടർ സർക്യൂട്ട് ടു കൗണ്ട് ഫ്രം 0 to 1023 ബൈറ്റ് ആണ്. അതായത് 0 to 1023 എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ് ആണ് വരിക. അപ്പോൾ 1024 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 raised to ഡാഷ് ആണ്, 2 raised to n ആണ്. അപ്പം 2 raised to എത്രയാണ് 1024 വരിക? അത് 10 ആണ്. ആൻസർ വരുന്നത് 10 ആണ് അവിടെ നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് ലോജിക്ക് ഒന്ന് വർക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, ഇൻ എ മൈക്രോ പ്രൊസസർ ദ രജിസ്റ്റർ വിച്ച് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ഈസ്. അപ്പം അടുത്ത ഇൻസ്ട്രക്ഷനുള്ള അഡ്രസ് എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വരുന്നത് പ്രോഗ്രാം കൗണ്ടറിലാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രോഗ്രാം കൗണ്ടർ എത്ര ബിറ്റ് ആണ്, രജിസ്റ്റർ എത്ര തരം രജിസ്റ്റർ ഉണ്ട്, പെർമനന്റ് രജിസ്റ്റർ എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അക്യുമുലേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ എല്ലാം മെമ്മറി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, 8085 എത്ര ബിറ്റ് മൈക്രോ പ്രൊസസർ ആണ്? എത്രയാണ് വരിക? യെസ്, നമുക്ക് വരിക 8 ബിറ്റ് മൈക്രോ പ്രൊസസർ ആണ്. 8085 എന്ന് പറയുന്നത് 8 ബിറ്റ് മൈക്രോ പ്രൊസസർ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തവണത്തെ സെറ്റ് കിട്ടുകയുള്ളൂ. അപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു 30 ദിവസത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9746455514 എന്ന് പറയുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ റിവിഷൻ എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, മെൻറ്റർഷിപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കോംപ്രഹെൻസീവ് ആയിട്ട്, ഹോളിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ലൈവ് സെഷൻസ് മുമ്പോട്ട് പോകുന്നത് ഫിസിക്സിൻ്റെത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. ക്രാക്ക് ചെയ്താൽ മാത്രം പോരാ, വരാനിരിക്കുന്ന നോൺ വൊക്കേഷണൽ സ്കൂൾ ടീച്ചർ ഫിസിക്സ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ ബാച്ച് നിങ്ങൾ എടുക്കുക, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക്